അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ എല്ലാവരും റമളാൻ അല്ലാത്തപ്പോഴും റമളാനിലും ഖത്തം ഓതുന്നവരാണ്. അപ്പോൾ ആ ഒരു ഖത്തം ഓതുന്നതിൽ നമ്മൾ ചില കാര്യങ്ങൾ സുന്നത്താക്കപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂലി ലഭിക്കുന്നതാണ്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ പുണ്യമാക്കപ്പെട്ട റമളാൻ വരാനിരിക്കെ നമ്മൾ ഓരോരുത്തരും ഖത്തം തീർത്തവരും തുടങ്ങാനിരിക്കുന്നവരുമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയട്ടെ. ഒന്നാമതായിട്ട് പറയാനുള്ളത് ഖത്തം ഓതി അവസാനമെത്തുമ്പോൾ സൂറത്തുൽ ഇഖ്ലാസ് എത്തുമ്പോൾ 4 തവണ ഓതൽ അതിമഹത്തായ സുന്നത്താണ്. അത് എന്താണെന്ന് വിചാരിച്ചാൽ, ഒന്ന് ഖത്തം ഓതുന്നതിൻ്റെ ഉൾക്കൊണ്ടുകൊണ്ടും ബാക്കി 3 നമ്മൾ ഈ ഓതിക്കൊണ്ടിരുന്ന ഖത്തത്തിൽ എന്തെങ്കിലും വൈകല്യം, എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പൊരുത്തപ്പെടാനുള്ളതാണ് ഈ 3 ഇഖ്ലാസ് കൂടി ഓതുന്നത്. അത് ഒരു ഇഖ്ലാസ് ഓതുന്നത് ഒരു മുസാഫിൽ 10 ജുസ് ഓതുന്നതിൻ്റെ പ്രതിഫലമാണ്. അപ്പോൾ 3 ഓതിക്കഴിഞ്ഞാൽ ഒരു ഖത്തം തീർക്കുന്നതിൻ്റെ പ്രതിഫലം ലഭിക്കും. അപ്പോൾ അങ്ങനെ ഓതിയതിന് ശേഷമാണ് മറ്റു സൂറത്തുകൾ ഓതി ഖത്തം പൂർത്തീകരിക്കേണ്ടത്. മറ്റൊരു കാര്യം എന്ന് പറയട്ടെ, ഈ ഖത്തം പൂർത്തീകരിക്കാൻ നമ്മൾ സെലക്ട് ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് ഒന്നിക്കൽ പുലർച്ചെ, ഒന്നിക്കൽ സുബഹിൻ്റെ സമയമോ അല്ലെങ്കിൽ മഗ്‌രിബിൻ്റെ സമയമോ ആയിരിക്കണം. ഒന്നിക്കൽ രാത്രി തുടങ്ങുന്നത് ആ ഒരു സമയം, അല്ലെങ്കിൽ പകൽ വെളിച്ചത്തിൽ പകൽ തുടങ്ങുന്ന ആ ഒരു സമയത്തോ ആയിരിക്കണം. അപ്പോൾ ഈ ഒരു സമയങ്ങളിൽ ഖത്തം ഓതി തീർക്കുന്നത് വളരെ മഹത്താക്കപ്പെട്ട ഒരു സമയമാണ്. അതുപോലെ തന്നെ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ, രാത്രി ഓതി തീർക്കുന്നവർക്ക് പകൽ വരെയും പകൽ ഓതി തീർക്കുന്നവർക്ക് രാത്രി വരെയും മലക്കുകൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. ഖത്തം ഓതി കഴിഞ്ഞാൽ നമ്മൾ ദുആ ചെയ്യൽ പ്രത്യേകം സുന്നത്തുള്ള ഒരു സമയമാണ്. അതുപോലെ തന്നെ ഖത്തം ഓതിക്കഴിഞ്ഞാൽ നമ്മുടെ മലക്കുകൾ കാത്തിരിക്കുന്നൊരു സമയമാണ് നമ്മളുടെ ദുആക്ക് ആമീൻ എന്ന് പറയാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മൾ വീട്ടിലുള്ളവർ ചുറ്റും ഇരുന്ന് നമ്മൾ ദുആ ചെയ്യുന്നതിന് ആമീൻ എന്ന് ദുആ ചെയ്യലും സുന്നത്താണ്. ഖത്തം ഓതിയതിനുള്ള ശേഷമുള്ള ദുആക്ക് പെട്ടെന്ന് ഉത്തരം ലഭിക്കാൻ ഏറെ സഹായിക്കുന്ന ഒരു ദുആയാണ്. അതുപോലെ തന്നെ ഖത്തം ഓതിയതിന് ശേഷം ദാനധർമ്മം ചെയ്യൽ വളരെ സുന്നത്താക്കപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ നല്ല ഭക്ഷണം വിളമ്പി സൽക്കരിക്കലും നല്ലൊരു കാര്യത്തിൽ പെട്ടതാണ്. ഖത്തം ഓതി തീരുന്ന അന്ന് നോമ്പെടുക്കൽ വളരെയേറെ സുന്നത്താക്കപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ സൂറത്തുൽ ളുഹ മുതൽ സൂറത്തുൻ നാസ് വരെ സൂറത്തുൽ ളുഹ ഓതിക്കഴിഞ്ഞതിന് ശേഷം തക്ബീർ ചൊല്ലിക്കൊണ്ട് മറ്റു സൂറത്തുകളിലേക്ക് കടക്കുക. അതുപോലെ തന്നെ തുടർച്ചയായി നാസ് വരെ അതുപോലെ ചെയ്യുക. അത് വളരെ മഹത്തായ സുന്നത്താക്കപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇനിയിപ്പോൾ റമളാനൊക്കെയാണ് വരുന്നത്. ഈ ഒരു സമയത്താണ് നമ്മൾ ഖത്തം ഓതാൻ തുടങ്ങുന്നതെങ്കിൽ അല്ലെങ്കിൽ പൂർത്തീകരിക്കുന്നതെങ്കിൽ ആ ഒരു സുന്നത്തും കൂടി നിങ്ങൾ മനസ്സിൽ കരുതുക, ആ ഒരു നിയ്യത്തും കൂടി മനസ്സിൽ കരുതുക. അതിൻ്റെ കൂലിയും കൂടി ലഭിക്കുന്നതാണ്. ഒരു ഖത്തം ഓതി കഴിഞ്ഞാൽ അതിന് ശേഷം മറ്റൊരു ഖത്തം തുടർന്ന് ഓതി തുടങ്ങേണ്ടതാണ്. ഒരു ഖത്തം ഓതിക്കഴിഞ്ഞാൽ ശൈത്താൻ ചിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ മറ്റൊരു ഖത്തത്തിലേക്ക് കടക്കുകയും ചെയ്യേണ്ടത് മഹത്തായ സുന്നത്താക്കപ്പെട്ടതാണ്. ഖത്തം ഓതിക്കഴിഞ്ഞാൽ നമ്മൾ ദുആ ചെയ്യാൻ മറക്കരുത്. അന്നേരമുള്ള നമ്മളെ ആവശ്യങ്ങളും നമ്മളെ പ്രയാസങ്ങളും നമ്മളെ ബുദ്ധിമുട്ടുകളും ഒക്കെ പറഞ്ഞുകൊണ്ട് പടച്ച റബ്ബിനോട് ദുആ ചെയ്യുക. ആ ഒരു സമയത്തുള്ള ദുആക്ക് പ്രത്യേകം ഉത്തരം ലഭിക്കുന്നതാണ്. നമ്മളെ വീടുകളിലെ മറ്റുള്ള എല്ലാവരെയും ഇരുത്തിക്കൊണ്ട് നമ്മൾ ദുആ ചെയ്യുക. ആ ഒരു സമയത്ത് മലക്കുകൾ പ്രത്യേകം ആമീൻ പറയുന്നത് കൊണ്ട് തന്നെ ആ ഒരു ദുആ പടച്ച റബ്ബ് പെട്ടെന്ന് സ്വീകരിക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ് ഇങ്ങനെയുള്ള നല്ല അറിവിനായി നിങ്ങൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.